ഞാൻ നിങ്ങളോടൊരു സംഭവം പറയാം. രണ്ടാം ലോക മഹായുദ്ധം നടന്ന് കഴിഞ്ഞ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഹിറ്റ്ലറൊക്കെ പരാജയപ്പെട്ട്, അങ്ങനെ പരാജയപ്പെട്ടതോടുകൂടി ഹിറ്റ്ലറിൻ്റെ ആളുകൾ എന്താ ചെയ്തതെന്നറിയോ? അവരൊക്കെ ആത്മഹത്യ ചെയ്തു. കുറ്റബോധം കൊണ്ട് അത്രയേറെ മനുഷ്യന്മാരെ കൊന്നത് ഇവർ. പക്ഷെ കുറച്ച് ആളുകൾ ബാക്കിയായി. ആ ബാക്കിയായ ആളുകളിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. നിങ്ങൾ ശരിക്കും കേൾക്കണേ. ആ സ്ത്രീയെ കുറ്റവിചാരണ നടത്തുന്ന സമയത്ത് ജഡ്ജി ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത്, നിങ്ങൾ എന്ത് കുറ്റമാണ് ചെയ്തത്? അപ്പോൾ ആ സ്ത്രീ പറഞ്ഞത് നിങ്ങൾക്ക് കേൾക്കണം. അവരെന്താ പറഞ്ഞതെന്നറിയാം? അവരൊരു ഹിറ്റ്ലറിൻ്റെ പട്ടാളക്കാരൻ്റെ ഭാര്യയാണ്, നാസി പട്ടാളക്കാരൻ്റെ ഭാര്യയാണ്. ഇവരൊരു ദിവസം വൈകുന്നേരം അവരുടെ മക്കൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ വീടിൻ്റെ വാതിലിൽ വന്ന് ആരോ ഇങ്ങനെ മുട്ടുന്നുണ്ട്. തുറന്നു നോക്കിയപ്പോൾ അവരുടെ മക്കളുടെ അതേ വലിപ്പമുള്ള 3 കുട്ടികളാണ്. കണ്ടാലറിയാം ജൂതന്മാരുടെ കുട്ടികളാണ്. കാരണം ജൂതന്മാരെ കൊണ്ടുപോകുന്ന ബസ്സിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടതാണ് ഈ കുട്ടികൾ. വിശന്നിട്ടൊരു വീട്ടിൽ കയറിയിട്ട് വാതിലിൽ മുട്ടിയതാണ്. ഈ അമ്മ എന്ത് ചെയ്തു? ഈ കുട്ടികൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു. കുറേ സമയം കഴിഞ്ഞപ്പോൾ ഈ കുട്ടികൾ ഇങ്ങനെ ഉറക്കം തൂങ്ങുന്നുണ്ട്. ആ അമ്മയുടെ കുട്ടികൾ ഉറങ്ങുന്നുണ്ട്. ഭർത്താവിനെ കുറേ സമയം കാത്തിരുന്നു, ഭർത്താവ് വരുന്നില്ല. അപ്പോൾ ഇവരെന്താ ചെയ്തതെന്നറിയോ? ഈ 3 കുട്ടികളില്ലേ, ഈ വന്ന കുട്ടികൾ, ഈ വന്ന 3 കുട്ടികളെയും വീടിൻ്റെ പിന്നാമ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് വെടിവെച്ചു കൊന്നു. ഇത് കേട്ടപ്പോൾ ജഡ്ജി ഈ അമ്മയോട് ചോദിക്കുകയാണ്, അതല്ല അപ്പോൾ ആ കുട്ടികളൊന്നും പറഞ്ഞില്ലേ? ഭക്ഷണം കൊടുത്ത കൈകൾ കൊണ്ട് തോക്ക് പിടിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ ആ കുട്ടികൾ നിങ്ങളോടൊന്നും പറഞ്ഞില്ലേ? ഏണ പട്രി എന്ന പേരുള്ള ആ സ്ത്രീ, ആ പേര് നല്ലോണം ഓർമ്മിച്ച് വെച്ചോളൂ, ഏണ പട്രി. അവരെന്താ പറഞ്ഞതെന്നറിയോ ജഡ്ജിയോട്? അവർ ചെറുതായിട്ടൊന്ന് കരഞ്ഞു. കുട്ടികളെ, ഞാനിങ്ങനെ തോക്ക് പിടിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ ചെറുതായിട്ടൊന്ന് കരഞ്ഞു. ആ 3 കുട്ടികൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കേണ്ട ആൾക്കാരല്ല എന്ന് മനസ്സിൽ വിചാരിക്കുന്നത് ആരാന്നറിയോ? ഒരു പാവം വീട്ടമ്മ. അവരുടെ ഉള്ളിൽ ആ കുട്ടികളോട് അത്രയും വെറുപ്പുണ്ടാവാനുള്ള കാരണം എന്താണ്? വെറുപ്പ് കേട്ട് കേട്ട് കേട്ട്, വെറുപ്പ് വായിച്ച് വായിച്ച് വായിച്ച്, വെറുപ്പ് കണ്ട് 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 അവർക്ക് മനുഷ്യന്മാരോട് അറപ്പായി. അവരല്ലാത്ത മനുഷ്യന്മാരോടൊക്കെ അറപ്പായി. അവരൊന്നും ഇവിടെ ജീവിക്കാനേ പാടില്ലാത്തവരാണെന്ന് ചിന്തിച്ചു. ഇതാണ് പ്രശ്നം. ഒരു പാവം വീട്ടമ്മയാണിത് ചിന്തിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ള ഒരു സംഘടനയാവട്ടെ, ഒരു പ്രസ്ഥാനമാവട്ടെ, ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ആവട്ടെ, അതിൽ മനുഷ്യന്മാരെ വെറുക്കാൻ പറയുന്നുണ്ട് എങ്കിൽ ഈ നിമിഷം അതിൽ നിന്ന് പുറത്ത് ചാടുന്നതിൻ്റെ പേരാണ് നമ്മുടെ ഉള്ളിലെ മനുഷ്യത്വം. മനുഷ്യനെ വെറുക്കാൻ പറയുന്ന, മനുഷ്യനെ അകറ്റാൻ പറയുന്ന, മനുഷ്യനോട് ശത്രുത പുലർത്താൻ പറയുന്ന ഏതെങ്കിലും ഒരു സംഘത്തിൽ നമ്മളിപ്പോൾ ഉണ്ട് എങ്കിൽ ഈ നിമിഷം അതിൽ നിന്ന് പുറത്തിറങ്ങുന്നതിൻ്റെ പേരാണ് നമ്മുടെ ഉള്ളിലുള്ള മനുഷ്യത്വം. അത് നമ്മുടെ മതപരമായ ബാധ്യതയുമാണ്. കാരണം പടച്ചോൻ പറഞ്ഞിട്ടുണ്ട്, തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നിങ്ങൾ നന്മയിൽ ആരോട് വേണമെങ്കിലും സഹകരിച്ചോളൂ. പടച്ചോനെ പറയുന്നത് വെറുതെ പറയല്ല, നിർദ്ദേശമായിട്ട് പറയാ. എന്താ പറയുന്നത്? നന്മ ചെയ്യുന്നുണ്ടോ ആരുടെ കൂടെയും കൂടിക്കോളൂ, ഏത് കൊടിയാണെങ്കിലും അവരെ പിന്നാലെ കൂടിക്കോളൂ. പക്ഷേ ശത്രുത പറയുന്നവരാണോ, മനുഷ്യനെ വെറുക്കാൻ പറയുന്നവരാരാണോ, അത് നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരാണെങ്കിലും ഈ നിമിഷം അതിൽ നിന്ന് പുറത്തിറങ്ങണം. വലാ തആവനു, അവരോട് സഹകരിക്കാനേ പാടില്ല. നമ്മുടെ മതപരമായ ബാധ്യതയുമാണ്, മാനവികമായ ബാധ്യതയുമാണ്. ഫിറാഖ് എന്ന് പറഞ്ഞൊരു ചിത്രമുണ്ട്. വളരെ ഗംഭീരമായൊരു ചിത്രമാണ്. ഒരേ നാട്ടിൽ താമസിക്കുന്ന 2 സമൂഹങ്ങളാണ്, പാവങ്ങളാണ് എല്ലാവരും. പക്ഷെ അവരുടെ ഇടയിൽ ഒരു വർഗീയ കലാപം ഉണ്ടാവുകയാണ്. വർഗീയ കലാപം ഉണ്ടായിട്ട് ഒരു സമൂഹത്തെ മറ്റുള്ളവരൊക്കെ പാടെ എന്ത് ചെയ്യാണ്? വേട്ടയാടുകയാണ്. പോലീസും അവരൊക്കെ വേട്ടയാടുക. ആ കൂട്ടത്തിൽ നിന്ന്, വേട്ടയാടപ്പെടുന്ന ആ സമൂഹത്തിൽ നിന്ന് ഒരാൾ അയാളുടെ മകൻ്റെ കൈ പിടിച്ചിട്ട് എങ്ങനെയൊക്കെയോ പതുങ്ങി പതുങ്ങി രക്ഷപ്പെടുകയാണ്. പോലീസ് കാണാതെ, ആരും കാണാതെ ഇങ്ങനെ പതുങ്ങി പതുങ്ങി രക്ഷപ്പെട്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒളിഞ്ഞു നിൽക്കുകയാണ്. രക്ഷപ്പെട്ടതിൻ്റെ ആശ്വാസത്തിൽ
പോലീസ് കാണാതെ ഇങ്ങനെ മകൻ്റെ കൈപിടിച്ച് നിൽക്കുന്ന സമയത്ത് ആ പാവം മനുഷ്യൻ്റെ തലയിലേക്ക് ഒരമ്മിക്കല്ല് വന്ന് വീഴുന്നുണ്ട്. 8 വയസ്സുകാരനായ മകൻ്റെ മുന്നിൽ വെച്ച് ആ ആള് മരിച്ചു. ആരാ അമ്മിക്കല്ലിട്ടത് എന്നറിയോ? പഴയ അയൽവാസിയാണ്. തർക്കം വേണ്ട, വെറുപ്പ് വേണ്ട എന്ന് വെറുതെ പറയുന്നതല്ല. രാഷ്ട്രീയ ചർച്ചകൾ നമ്മുടെ വീട്ടിലിങ്ങനെ ഒച്ചത്തിലിട്ടിട്ട് വെറുപ്പിൻ്റെ ഭാഷ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാതിലേക്ക് കൊടുക്കരുത് എന്ന് വെറുതെ പറയുന്നതല്ല. വെറുപ്പ് ശത്രുതയുടെ ഭാഷയാണ്. വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. ഞാൻ പറയുന്നത് ശരിയാണ് എന്നെനിക്ക് സ്ഥാപിക്കാൻ കഴിയണം. എങ്ങനെ? നിങ്ങൾ പറയുന്നത് തെറ്റാണ് എന്ന് പറയാതെ. അതാണ് ഒരാളുടെ മിടുക്ക്. അതിൻ്റെ പേര് സംവാദം എന്നാണ്. ഇന്ന് സംവാദങ്ങളില്ല, ഇന്ന് വിവാദങ്ങളും തർക്കങ്ങളും മാത്രമേ ഉള്ളൂ. നിങ്ങൾ പറയുന്നത് തെറ്റാണ്, നിങ്ങൾ പറയുന്നത് തെറ്റാണ് എന്ന് പറയാതെ ഞാൻ പറയുന്നത് ശരിയാണ് എന്ന് എനിക്ക് സ്ഥാപിക്കാൻ കഴിയണം. അതാണ് മിടുക്ക്. മറ്റത് തർക്കമാണ്. തർക്കത്തിന് ശത്രുതയുണ്ടാവും, വെറുപ്പേ ഉണ്ടാവും, മനുഷ്യർക്കിടയിൽ പകയും വിദ്വേഷമേ ഉണ്ടാവും. നമുക്ക് മനുഷ്യനെ അക്കമഡേറ്റ് ചെയ്യാൻ കഴിയില്ല. എന്താ കാരുണ്യം? കാരുണ്യം എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യനെ ഒരാൾക്ക് മനസ്സിലാവലാണ്. കാരണം നമ്മൾ ഈ കാണുന്നതൊന്നുമല്ല മനുഷ്യന്മാർ. അവരുടെ ഉള്ളിൽ ഇങ്ങനെ പൊള്ളി നിൽക്കുന്ന ചിലതുണ്ട്. അതിനെ ഒരാൾക്ക് തിരിച്ചറിയാൻ കഴിയില്ല. നമ്മൾ കാണുന്നതൊന്നുമല്ല മനുഷ്യന്മാർ. ഒരു ചെറിയ ഷോർട്ട് ഫിലിം ഉണ്ട്. അതിൻ്റെ പേര് പുറം കാഴ്ചകൾ എന്നാണ്. പുറം കാഴ്ചകൾ 10 മിനിറ്റേ ഉള്ളൂ, പക്ഷെ ഭയങ്കര രസമാണത്. ഒരു ബസ് ഇങ്ങനെ ഒരു ഹൈ റേഞ്ചിലൂടെ പോകുന്ന സമയത്ത് ആ ബസ്സിലേക്ക് ഒരാൾ കയറി വരിക. ഇയാൾ കയറി വന്നതോടുകൂടി ആ ബസ്സിൻ്റെ എല്ലാ സമാധാനവും ഇല്ലാതായി. കാരണം ഇയാൾ ഭയങ്കര ദേഷ്യം, എല്ലാവരോടും ദേഷ്യം. ആ ബസ് പല സ്ഥലത്തും നിർത്തുന്നുണ്ട്. ഇതൊന്നും ഇയാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. ബസ്സുകാരോട് ദേഷ്യപ്പെടുന്നുണ്ട്. അയാളുടെ തൊട്ടടുത്തിരിക്കുന്ന ആള് അയാളോട് എന്തോ ചോദിക്കുമ്പോൾ അയാളോട് ദേഷ്യപ്പെടുന്നുണ്ട്. ആ ബസ്സിലേക്ക് കുറച്ച് കോളേജ് കുട്ടികൾ കയറി വരുന്നുണ്ട്. കോളേജ് കുട്ടികൾ വളരെ ചില്ലായിരിക്കുമല്ലോ, ജോളിയായിരിക്കുമല്ലോ. അത് ഇയാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. ആ കുട്ടികൾ ഉറക്കെ ചിരിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല, പാട്ട് പാടുന്നത് ഇഷ്ടപ്പെടുന്നില്ല. ഭയങ്കര ചൂടൻ, എല്ലാവരോടും ചൂടൻ. ആ ബസ്സിലുള്ള എല്ലാവരും പറയുന്നുണ്ട്, എന്തൊരു ചൂടനാണ് ഈ മനുഷ്യൻ, ഏത് കാട്ടുന്നാണ് ഇയാൾ വന്നത് എന്നൊക്കെ ആ ബസ്സിലുള്ള ആളുകൾ പറയുന്ന സംഭാഷണങ്ങളൊക്കെ ഉണ്ട്. ഇയാൾക്ക് എന്താ മനുഷ്യന്മാരിഷ്ടമില്ലാത്തത് എന്നുള്ളൊരു. അങ്ങനെ പോയി ഒരു വലിയ വെള്ളച്ചാട്ടം കാണുന്ന സമയത്ത് ഈ കുട്ടികൾ പറയുന്നുണ്ട്, ഈ വെള്ളച്ചാട്ടത്തിന് അവിടെ നിന്ന് ബസ് നിർത്തുമെന്ന് ചോദിച്ചു. നിർത്തി കൊടുത്തു. അതും ഇയാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇയാൾക്ക് ഭയങ്കര ദേഷ്യം. അവസാനം പോയി ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഇയാൾ പറഞ്ഞു, എനിക്കിവിടെ ഇറങ്ങണം. ആ ബസ്സുകാർ പറഞ്ഞു, നിങ്ങൾ ഇത്രയും നേരം നിയമം പറഞ്ഞ ആളല്ലേ, അപ്പം നിങ്ങൾക്കൊരാവശ്യം വന്നപ്പോൾ നിർത്തണം എന്നാണ് പറയുന്നത്, ഇവിടെ നിർത്താൻ പറ്റില്ല എന്ന്. ഇയാൾ എഴുന്നേറ്റ് നിന്നിട്ടൊരു അലർച്ചയായിരുന്നു, നിർത്തണമെന്ന് പറഞ്ഞിട്ട്. ഡ്രൈവർ അറിയാതെ ബ്രേക്കിൽ ചൊട്ടിപ്പോയി, ബസ് നിർത്തി. ഇയാൾ ഇറങ്ങിയ സമയത്ത് കരഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ ഏട്ടാന്ന് വിളിച്ചിട്ട് ഓടി വന്ന് അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. രണ്ടാളുകളും കുറേ ആളുകൾ ഇങ്ങനെ ഒരുമിച്ച് കൂടി നിൽക്കുന്നൊരു വീട്ടിലേക്ക് കരഞ്ഞുകൊണ്ട് ഓടിപ്പോകുന്നുണ്ട്. ആ സമയത്ത് ആ ബസ്സിന് പിറകിലായി ഒരു ആംബുലൻസ് ഇങ്ങനെ വരുന്നുണ്ട്. ചൂടൻ എന്ന് ഇത്രയും നേരം അയാളെ വിളിച്ച മുഴുവൻ മനുഷ്യരും ആ ബസ്സിൽ നിന്ന് കുറ്റബോധത്തോടെ അയാളെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന നിമിഷം ആ ഷോർട്ട് ഫിലിം അവസാനിക്കും. ദേഷ്യമായിരുന്നില്ല, സങ്കടമായിരുന്നു. സങ്കടത്തിന് പുറത്തു വരാനുള്ള ഒരു വഴിയാണ്. അതുകൊണ്ടാണ് ഈ കല്യാണത്തെക്കുറിച്ച് പറയുന്നിടത്ത് പോലും കല്യാണത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് പടച്ചവൻ എന്താ പറയുന്നത് അറിയാം നിങ്ങൾ? രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഖുർആനിലെ വചനമാണത്, ഈ കല്യാണത്തെക്കുറിച്ച് പറഞ്ഞ വചനം. എന്താണെന്നറിയോ? ജീവിതത്തിൽ ഒന്നിക്കുന്ന 2 ആൾക്കാരോട് പടച്ചവൻ രണ്ട് കാര്യങ്ങളാണ് ഓർമ്മിപ്പിക്കുന്നത്. ഒന്ന് നിശ്ചയമായും പ്രണയം, സ്നേഹം. രണ്ടാമത്തെ എന്താണെന്നറിയോ? കാരുണ്യം.
എന്തൊരു വാക്കാണ് ആലോചിച്ച് നോക്കൂ. വജഅല ബൈനക്കും മവദ്ദത്തൻ വറഹ്മ. നിങ്ങളുടെ രണ്ടാളുടെ ഇടയിൽ രണ്ട് കാര്യങ്ങളെ നാം ഉണ്ടാക്കി തരുന്നു. പഠിച്ചോൻ പറയാ, രണ്ട് കാര്യങ്ങളെ നാം ഉണ്ടാക്കി തരുന്നു. എന്താ പറഞ്ഞ്? ഉണ്ടാക്കി തരുന്നു. അമ്മ ഭക്ഷണം ഉണ്ടാക്കി തരുന്നു എന്ന് പറഞ്ഞാൽ കഴിക്കേണ്ടത് നമ്മളാ അല്ലേ? അതേപോലെ പറഞ്ഞ നിങ്ങളുടെ രണ്ടാളുടെ ഇടയിൽ രണ്ട് കാര്യങ്ങൾ ഉണ്ടാക്കി തരുന്നു. അതൊന്ന് സ്നേഹമാണ്, ഒന്ന് കാരുണ്യമാണ്. അതെടുത്ത് ചെലവഴിക്കേണ്ട ജോലി ആരുടെയാണ്? അവരുടെയാണ്. അത് പഠിച്ചോനല്ല ചെയ്യുക, അത് നമ്മളാ ചെയ്യുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ജീവിതകാലം മുഴുവനും ഇപ്പോൾ ഒരു രണ്ടാളുകൾ വിവാഹിതരാകുന്നത് അവരുടെ 24-ാമത്തെ വയസ്സിലോ 26-ാമത്തെ വയസ്സിലോ ഒക്കെ ആയിരിക്കും. ഇനി അവർ ഒന്നിച്ചു കഴിയേണ്ടത് ഇത്രയും കാലം ജീവിച്ചതിൻ്റെ 2 ഇരട്ടിയെങ്കിലും കാലമാണ് അല്ലേ? ഇത്രയും കാലം ജീവിച്ചതിൻ്റെ 2 ഇരട്ടി വർഷങ്ങളെങ്കിലും ഇനി ഒരുമിച്ച് ജീവിക്കണം. അപ്പം അവരുടെ ഇടയിൽ സ്നേഹം മാത്രം പോരാ, പിന്നെ ഒന്നുകൂടി വേണം. അതെന്താണ്? കാരുണ്യം. കാരണം സ്നേഹം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാ, ഇതാ ഇങ്ങനെയാ. കാരുണ്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല, കാരുണ്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാ. കാരണം ഇയാൾ ഇങ്ങനെ ആയിട്ടുണ്ടാവും. ഓരോ മാസവും അവൾ കടന്നു പോകുന്ന ശരീരത്തിൻ്റെ പ്രയാസങ്ങൾ കൊണ്ടാവാം, അതല്ലെങ്കിൽ അവൻ്റെ ജോലി നഷ്ടപ്പെട്ടത് കൊണ്ടാവാം, അവന് ശമ്പളം കുറഞ്ഞത് കൊണ്ടാവാം, ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നത് കൊണ്ടാവാം, വിചാരിച്ചതുപോലൊന്നും ജീവിതം മുന്നോട്ട് പോകാത്തത് കൊണ്ടാവാം, രോഗങ്ങൾ കൊണ്ടാവാം, ഏറ്റവും പ്രിയപ്പെട്ടവരുടെ നഷ്ടങ്ങൾ കൊണ്ടാവാം. എപ്പോഴും മനുഷ്യൻ ഇങ്ങനെയല്ല, ചിലപ്പോഴൊക്കെ മനുഷ്യൻ ഇങ്ങനെയാണ്. ഇങ്ങനെ നിൽക്കുന്ന മനുഷ്യൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ പേരല്ല, ഇങ്ങനെ നിൽക്കുന്ന മനുഷ്യൻ്റെ കൂടെ ഇങ്ങനെ അയാളുടെ കൂടെ നിൽക്കുന്നതിൻ്റെ പേരാണ് കാരുണ്യം. എന്താണെന്നറിയില്ല, ഈ മാസം വല്ലാത്ത വേദനയും തളർച്ചയും ഒക്കെ ഉണ്ട് എന്ന് അവൾ നമ്മളോട് വന്ന് പറയുമ്പോൾ, കഴിഞ്ഞ മാസം പോലെയല്ല, ഈ മാസം വല്ലാത്ത വേദനയുണ്ട് എന്ന് അവൾ നമ്മളോട് വന്ന് പറയുമ്പോൾ അവൾക്ക് വേണ്ടത് വേദനയ്ക്കുള്ള മരുന്നല്ലല്ലോ, അല്ലല്ലോ. അതായിരുന്നെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. എന്തിനാ അവളുടെ പുരുഷനോട് വന്ന് പറഞ്ഞത്? വേറെ ചിലത് അവൾക്ക് ആവശ്യമുണ്ടായതുകൊണ്ടാണ്. സ്നേഹമല്ല അത് കാരുണ്യമാണ്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവള് വീട് കോഴിക്കോടാണ്. കോഴിക്കോട് ബേപ്പൂരാണ് അവളുടെ വീട്. അവളിപ്പോൾ PG പഠിച്ചുകൊണ്ടിരിക്കുന്നത് പയ്യന്നൂരാണ്, കണ്ണൂർ ജില്ലയുടെ അങ്ങേ അറ്റത്ത്, കാസർഗോഡിൻ്റെ തുടക്കത്തിൽ അവിടെയാണ്. കാസർഗോഡാണ് അതിൻ്റെ മണ്ഡലമൊക്കെ, ലോക്സഭാ മണ്ഡലമൊക്കെ അങ്ങനെയുള്ളൊരു സ്ഥലത്താണ്. രാവിലെ 5 മണിക്ക് ഇറങ്ങിയിട്ട് വൈകിട്ട് 9 മണിക്കും 10 മണിക്കും തിരിച്ചു വരിക. ഹോസ്റ്റലിൽ നിൽക്കാൻ കഴിയൂല, കാരണം അവൾക്ക് 3 വയസ്സുള്ളൊരു കുട്ടിയുണ്ട്. അപ്പോൾ ഈ മോളുണ്ടായതുകൊണ്ട് ഇവള് എല്ലാ ദിവസവും വീട്ടിലേക്ക് വരും. ഒരു ദിവസം ഏകദേശം സമയമൊക്കെ ട്രെയിനിലാണ് അല്ലെങ്കിൽ ബസ്സിലാണ്. ഇവൾ പഠിക്കുന്നത് കൗൺസിലിംഗ് സൈക്കോളജിയാണ്. അപ്പോൾ ക്ലാസ് റൂമിൽ ഒരു ദിവസം ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയോ? ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ചാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസത്തെ സമയം എങ്ങനെയൊക്കെയാണ് ചെലവഴിക്കേണ്ടത്, ഡിവൈഡ് ചെയ്യേണ്ടത് എന്നൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ട് 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 ഇവൾക്ക് സങ്കടമായി. കാരണം ഇവൾക്ക് ഒരു ദിവസത്തെ സമയം ഒന്നിനും തികയുന്നില്ല, ഇവളെ മോളെപ്പോലും നോക്കാൻ കഴിയുന്നില്ല. ഇത് കേട്ട് കേട്ട് ഇവളുടെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിന്നത് അവളുടെ കുഞ്ഞാണ്, അവളുടെ മോളാണ്. ഇതൊക്കെ ആലോചിച്ച് പോക്ക് സങ്കടമായി. അങ്ങനെ സങ്കടപ്പെട്ട് കൈ ഇങ്ങനെ വെച്ച് അവളിങ്ങനെ സങ്കടപ്പെട്ട് ചെറിയ കണ്ണ് ചെറുതായി ഇങ്ങനെ നനഞ്ഞ് അവളിങ്ങനെ നിൽക്കുക. അവളെന്നോട് പറഞ്ഞാണ്, മുന്ന എന്നാണ് അവളുടെ പേര്. അവൾ പറയാം, ഞാനിങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ ആരും കാണരുതേ എന്ന് വിചാരിച്ച്, തൊട്ടടുത്തിരിക്കുന്ന കുട്ടി പോലും അറിയരുത് എന്ന് വിചാരിച്ചു. പക്ഷെ ആ സമയത്ത് ഒരാളിങ്ങനെ വന്ന് അവളെ ഇങ്ങനെ ചുറ്റിപ്പിടിച്ച് ശരീരത്തിലേക്ക് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് അവളെ മെല്ലെ ഇങ്ങനെ തടവി കൊടുത്തു. അതാരാണെന്നറിയാൻ വേണ്ടി അവളിങ്ങനെ നോക്കിയപ്പോഴേ അതാരായിരുന്നു എന്നറിയാം? ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന ടീച്ചറായിരുന്നു. ആ ടീച്ചറെ അവൾ മറക്കുമോ? ആ ടീച്ചർ പഠിപ്പിച്ചതൊക്കെ ചിലപ്പോൾ മറക്കും, പക്ഷെ ടീച്ചറെ മറക്കും. മനുഷ്യന്മാർ കൈമാറുന്ന ഏറ്റവും മനോഹരമായ കാര്യം എന്താണെന്നറിയോ? കാരുണ്യം. കുറേ മനുഷ്യന്മാർ നമുക്ക് തന്നത് കുറച്ച് മനുഷ്യന്മാർക്ക് നമ്മൾ കൊടുക്കലാണത്, അല്ലേ?
എത്രയോ മനുഷ്യന്മാർ നമുക്ക് തന്ന എന്തൊക്കെയോ ഉണ്ട്. അത് കുറച്ച് മനുഷ്യന്മാർക്ക് നമ്മളിങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കുന്നതിൻ്റെ പേരാ. ഇപ്പം നിങ്ങളിങ്ങനെ കാണുന്നത് ആരെയാ? എന്നെയല്ലേ? ഈ മൈക്ക് പിടിച്ച് നിൽക്കുന്ന ആളെ മാത്രമല്ലേ നിങ്ങൾ കാണുന്നുള്ളൂ. ഇയാൾ ഇങ്ങനെ ആവാൻ എത്ര ആൾക്കാർ ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് അറിയാം നിങ്ങൾക്ക്? എത്ര മനുഷ്യരാണ് ഇങ്ങനെ ഒരാളെ രൂപപ്പെടുത്തുന്നത്? വെറുതെ ആവുമോ? വെറുതെ നമ്മളാരെങ്കിലും ഇങ്ങനെ ആവുമോ? എത്ര മനുഷ്യർ കൈപിടിച്ചു, എത്ര മനുഷ്യർ താങ്ങും തണലും തലോടലും തണുപ്പുമായി. ഒരു പശുവിൻ്റെ കുട്ടി ജനിച്ചാൽ അപ്പം എഴുന്നേറ്റ് ഓടുന്ന കണ്ടിട്ടില്ലേ? ഇല്ലേ? ഒരു അമ്മയുടെ കുട്ടി അങ്ങനെ എഴുന്നേറ്റ് ഓടുമോ? എന്തേ അങ്ങനെ ആക്കിക്കൂടെ ഇരുന്നോ? സൗകര്യം ഇരുന്നില്ലേ? പശുവിൻ്റെ കുട്ടിയെ പോലെ മനുഷ്യൻ്റെ കുട്ടിയെയും ആക്കിക്കൂടെ ഇരുന്നോ? പ്രസവിച്ച ഉടനെ എഴുന്നേറ്റ് ഓടിക്കൂടെ ഇരുന്നോ? എന്തേ അങ്ങനെ ആക്കിയില്ല? പഠിച്ചോന് കഴിയില്ല, അങ്ങനെ വേണമെങ്കിൽ ആക്കിക്കൂടെ ഇരുന്നോ? എന്തേ അങ്ങനെ ആക്കിയില്ല? തൊട്ടടുത്തുള്ള മനുഷ്യൻ്റെ വില എന്താണ് എന്ന് ഈ മനുഷ്യൻ ഓരോ നിമിഷവും അറിയണം. അതിനു വേണ്ടിയാണ് ഒരു ചുവട് വെക്കുന്നുണ്ടെങ്കിൽ എത്രയോ മനുഷ്യർ ആ ചുവടിലേക്ക് നമ്മളെ നടത്തിച്ചതാണ്. ഈ ഓർമ്മ ഉണ്ടാവാനാണ്. അല്ലേ? എൻ്റെ കൈ ഇങ്ങനെ അനക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ, എൻ്റെ കയ്യെ ഇങ്ങനെ അനക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, കൈ അനക്കാൻ പറ്റാത്ത ഒരു മനുഷ്യനെങ്കിലും ഈ കൈ ഉപയോഗപ്പെടണം. എനിക്ക് മാത്രം ഉപയോഗപ്പെട്ടാൽ പോരാ. ഇതിൻ്റെ പേരാണ് കാരുണ്യം. എൻ്റെ കാലുകൊണ്ട് ഇങ്ങനെ നടക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ, കാലുകൊണ്ട് നടക്കാൻ പറ്റാത്ത ഒരൊറ്റ മനുഷ്യനെങ്കിലും ഈ ആയുസ്സിൽ എൻ്റെ കാല് ഉപയോഗപ്പെടണം. അതിൻ്റെ പേരാണ് കാരുണ്യം. നിങ്ങൾ കണ്ടില്ല, ഈ അടുത്ത് കാല് രണ്ടും ഇല്ലാത്ത ഒരു കുട്ടിയെ അവൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികൾ എടുത്തുകൊണ്ട് പോകുന്നത് കണ്ടില്ലേ? ഒരു വീഡിയോ കണ്ടിരുന്നില്ല? എന്ത് രസമുള്ള വീഡിയോ ഇരുന്നത്. 2 കാലില്ലാത്തൊരു കുട്ടിയെ എടുത്തുകൊണ്ട് പോകുന്നത് അവൻ്റെ കൂടെ പഠിക്കുന്ന 2 കുട്ടികൾ അപ്പുറത്തും ഇപ്പുറത്തും കൈ വെച്ചിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് പോവാണ്. നിനക്ക് 2 കാലുകൾ പോയാൽ, എടാ നിനക്ക് 2 കാലുകൾ പോയാൽ ഞങ്ങൾ 4 കാലുകൾ തരാം എന്നാണ് ആ കുട്ടികൾ പറഞ്ഞത്. പോയത് 2 കാല, കിട്ടിയതോ 4 കാല. ഈ വാഗ്ദാനത്തിൻ്റെ പേരാണ് കാരുണ്യം. വലിയ വലിയ മനുഷ്യന്മാർ മുഴുവനും ആലോചിച്ചത് ചെറിയ ചെറിയ മനുഷ്യന്മാരെ കുറിച്ചാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് അവർ വലിയ മനുഷ്യന്മാരായത്? അവർ ചെറിയ മനുഷ്യന്മാരെ കുറിച്ച് ആലോചിച്ചത് കൊണ്ടാണ്. അല്ലേ? ആരെ നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ. വലിയൊരു വക്കീലുണ്ടായിരുന്നു, നല്ല ശമ്പളം വാങ്ങുന്ന വക്കീലായിരുന്നു, ദക്ഷിണാഫ്രിക്കയിലായിരുന്നു. വലിയൊരു ഓഫീസൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹമാണ് ഒരു നിമിഷം ആലോചിക്കുന്നത്, എൻ്റെ നാട്ടുകാരാകെ പ്രയാസത്തിലാണ്, അവർ മർദ്ദിക്കപ്പെടുകയാണ്, ആക്രമിക്കപ്പെടുകയാണ്, നാടുകടത്തപ്പെടുകയാണ്, അവർക്കൊരു നേതാവില്ലാത്തതാണ് അവരുടെ പ്രശ്നം, അവർക്ക് നേതൃത്വം കൊടുക്കാൻ കുറച്ച് ആളുകൾ വേണം എന്ന ചിന്തയിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയിലെ ഓഫീസൊക്കെ കുറച്ച് ആളുകളെ ഏൽപ്പിച്ച് അദ്ദേഹം സ്വന്തം നാട്ടിലേക്ക് തിരിച്ചുപോയി. അങ്ങനെ ഒരാൾ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോയിട്ടില്ലായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ ഇങ്ങനെ ഇരിക്കില്ലായിരുന്നു. ആ ആളുടെ പേരെന്താണെന്നറിയോ? മഹാത്മാഗാന്ധി എന്നാണ് ആ മനുഷ്യൻ്റെ പേര്. എന്താ അവിടെ പൈസ ഉണ്ടാക്കിയിരുന്നൂടായിരുന്നു? നാട്ടിലേക്ക് വന്നിട്ട് ആദ്യം ചെയ്യുന്നത് എന്താണെന്നറിയോ? അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുടെ അടുത്തേക്ക് പോയി. അദ്ദേഹത്തിൻ്റെ പേര് ബാലകൃഷ്ണ ഗോഖലെ, അല്ലേ? ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോഖലയോട് ചെന്നിട്ട് ചോദിച്ചു, അല്ല ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് എന്തെങ്കിലും ചെയ്യണം രാജ്യത്തിന് വേണ്ടിയിട്ട്, ഞാൻ എന്ത് ചെയ്യണം? ഗോഖലെ പറഞ്ഞു, എടാ നീ ഒന്നും ചെയ്യല്ലേ, ആദ്യം നീ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഈ നാടിന് എന്താണ് വേണ്ടത് എന്ന് നാട്ടിലൂടെ സഞ്ചരിച്ചിട്ട് പഠിക്കണം. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഗ്രാമങ്ങളാണെടാ. നീ ഇന്ത്യയുടെ ഗ്രാമങ്ങൾ പോയിട്ട് കാണുക. കുടിലുകളിൽ ചെന്ന് കയറൂ, അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കൂ, അവരുടെ വ്യസനങ്ങൾ എന്താണെന്നറിയൂ, അവരുടെ ഭാരം എന്താണ് എന്നറിയൂ. ഗാന്ധി ഇറങ്ങി, നാടായ നാടുകളിലൂടെയെല്ലാം കറങ്ങി, ഗ്രാമങ്ങളിലൂടെയും കുടിലുകളോടിലോ കയറിയിറങ്ങി. ആ നടത്തം തമിഴ്നാട്ടിലെത്തി, മധുരയിലെത്തി. വൈഗാ നദിയുടെ തീരത്തുകൂടെ നടന്നു പോകുന്നതിനിടയിൽ വൈഗാ നദി കണ്ടപ്പോൾ ഗാന്ധിജിക്കൊരാഗ്രഹം, ഒന്ന് മുങ്ങിക്കുളിക്കണം. നല്ല ചൂടായിരുന്നു, ഏപ്രിൽ മാസമാണ്. ഒന്ന് മുങ്ങിക്കുളിക്കണം. ആ വെള്ളത്തൊപ്പിയില്ലേ, ഗാന്ധിത്തൊപ്പി, ഈ ഗാന്ധിത്തൊപ്പിയൊക്കെ വെക്കുന്ന സമയമാണ്. ആ തൊപ്പി ഇങ്ങനെ അഴിച്ചിട്ട് ഒന്ന് മുഖം കഴുകണം എന്നൊക്കെ ആഗ്രഹിച്ച് നിൽക്കുകയാണ്. പക്ഷേ അപ്പോഴാണ് ആളുകൾ പറഞ്ഞത്, ആ പുഴയിൽ ആരോ കുളിക്കുന്നുണ്ട്, ഒരു സ്ത്രീ കുളിക്കുന്നുണ്ട്.
അവർ കയറിയതിന് ശേഷം ഇറങ്ങിയാൽ പോരെ എന്ന് ചോദിച്ചു. അപ്പോൾ ഗാന്ധി പറഞ്ഞു ഓക്കെ, അവർ കയറി വന്നോട്ടെ, അവർ കയറിയതിന് ശേഷം ഇറങ്ങാം. അങ്ങനെ ഗാന്ധിജി അവരെ കാത്തിരിക്കുക. 5 മിനിറ്റായി, 10 മിനിറ്റായി, 20 മിനിറ്റായി, 30 മിനിറ്റായി, അവർ കയറി വരുന്നില്ല. അപ്പോൾ കൂട്ടത്തിലുള്ള ഒരു സ്ത്രീയെ അങ്ങോട്ട് പറഞ്ഞു അയച്ചു, ഇതെന്താ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെന്നപ്പോൾ എന്താ സംഭവം എന്നറിയോ? ഈ സ്ത്രീയില്ലേ, അവർ ഉടുത്ത വസ്ത്രമില്ലേ, അത് അലക്കിയിട്ടതാ, വേറെ വസ്ത്രമില്ല, അതുകൊണ്ട് വെള്ളത്തിലിങ്ങനെ നിൽക്കുകയാണ്. ഇത് വന്ന് പറഞ്ഞു അദ്ദേഹത്തോട്, ഗാന്ധിജിയോട്. അന്ന് ഗാന്ധിജി ആയിട്ടില്ല, ഗാന്ധി, മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയേ ഉള്ളൂ, അഡ്വക്കേറ്റാണ്. ഇത് കേട്ടപാടെ ഗാന്ധിജി എന്താ ചെയ്തതെന്നറിയാം? ഈ മേൽക്കുപ്പായല്ലേ, മേൽക്കുപ്പായ അഴിച്ചിട്ട് ആ സ്ത്രീക്ക് എറിഞ്ഞു കൊടുത്തു. എറിഞ്ഞു കൊടുക്കുക മാത്രമല്ല ചെയ്തത്, ആ നിമിഷം ഒരു കാര്യം തീരുമാനിച്ചു. എൻ്റെ രാജ്യത്തുള്ള മുഴുവൻ മനുഷ്യന്മാർക്കും ഉടുതുണിക്ക് മറുതുണി ഉണ്ടാകുന്നത് വരെ ഞാൻ എൻ്റെ മേൽക്കുപ്പായം ധരിക്കുകയില്ല. 1948 ജനുവരി മാസം 30 വൈകുന്നേരം 5:17 78ാമത്തെ വയസ്സിൽ വെടിയേറ്റ് വീഴുമ്പോഴും ആ പാവം ശരീരത്തിൽ മേൽക്കുപ്പായം ഉണ്ടായിരുന്നില്ല. ഇന്ന് ജീവിച്ചിരിക്കുകയാണെങ്കിലോ ഇന്നും ഉണ്ടാവില്ല. വലിയ വലിയ മനുഷ്യന്മാർ മുഴുവനും ആലോചിച്ചത് ചെറിയ ചെറിയ മനുഷ്യന്മാരെ കുറിച്ചാണ്. അതുകൊണ്ടാണ് അവർ വലിയ മനുഷ്യന്മാരായത്. ചെറിയ മനുഷ്യരുടെ ദുഃഖങ്ങളെ, ആ ദുഃഖത്തിൻ്റെ ആഴങ്ങളിൽ ചെന്ന് തൊടുന്ന മനുഷ്യനാണ് വലിയ മനുഷ്യൻ. തുർക്കിയിലൊരു വലിയ എഴുത്തുകാരനുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് അങ്കിൾ ഇദ്രീസ് എന്നാണ്. കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ് എഴുതുക. ഇപ്പോൾ 90 വയസ്സായി. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, ഈ അടുത്തിറങ്ങിയൊരു പുസ്തകമാണ്, കുറച്ചായി, ഒരു 2 വർഷമൊക്കെയായി. പുസ്തകത്തിൻ്റെ പേര് ലവ് സ്റ്റോറി എ ഡിഫറെൻറ്റ് കൈൻഡ്. കുറേ സ്നേഹത്തിൻ്റെ കഥകളാണ്. അതിലൊരു സംഭവമുണ്ട്, എല്ലാം സംഭവങ്ങളാട്ടോ, കഥകളല്ല. അതിലൊരു സംഭവം എന്താണെന്നറിയോ? ഇറാഖിൽ ബാഗ്ദാദിൽ യുദ്ധമൊക്കെ നടക്കുന്ന സമയത്ത് അഭയാർത്ഥികൾക്കുള്ള ക്യാമ്പ് ഉണ്ടായിരുന്നു. ആ ക്യാമ്പിൽ ഒരു കുട്ടിക്ക് വളരെ അർജൻറ്റായിട്ട് രക്തം വേണം. അപ്പോൾ രക്തം കൊടുക്കാൻ വലിയ ആളുകളൊന്നും തയ്യാറാവുന്നില്ല. അവസാനം രക്തം കൊടുക്കാൻ വേണ്ടി വന്നത് അധിക പ്രായമൊന്നുമായിട്ടില്ലാത്തൊരു കുട്ടി തന്നെയാണ്. അവൻ രക്തം കൊടുക്കാനൊക്കെ തയ്യാറാ, പക്ഷേ രക്തം കൊടുക്കുന്നതിന് മുമ്പ് അവൻ അവൻ്റെ ഉമ്മയെ ഒന്ന് കാണണം. ഇതാണ് പ്രശ്നം. പക്ഷെ ഉമ്മ വേറെ എവിടെയോ ആണ്. അപ്പോൾ ആളുകൾ അവനോട് പല നിലക്കും പറഞ്ഞു, ഉമ്മയെ കാണാൻ നിന്നാലും ഒക്കെ വൈകിപ്പോവും, നമുക്ക് പെട്ടെന്ന് രക്തം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. ഇവൻ സമ്മതിക്കില്ല, ഇവന് ഉമ്മയെ കാണണം. അപ്പം അതിൻ്റെ കാരണം ചോദിച്ചപ്പോഴാണ് അവൻ പറഞ്ഞത്, എന്താ പ്രശ്നം എന്നറിയോ? അവൻ പറയാണ്, ഞാൻ രക്തം കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ മരിക്കൂലേ, മരിക്കുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ ഉമ്മയെ ഒന്ന് കാണണം. അവൻ വിചാരിച്ചത് രക്തം കൊടുത്താൽ മരിക്കുന്നതാണ്. പക്ഷെ അവനതിന് തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത്. ആ കുട്ടിയല്ലേ ശരിക്കും വലിയ മനുഷ്യൻ? അല്ലേ? ഈ കുട്ടിയല്ലേ ശരിക്കും വലിയ മനുഷ്യൻ? അല്ലേ? എന്താ പേര്? സുഫിയാൻ സി സക്കീർ. ഇങ്ങനെ പകുത്തു കൊടുക്കുകയാണ്. അവൻ ഈ ലോകത്തേക്ക് വന്നത് മുതലേ അല്ലേ, പഠിച്ചവൻ്റെ മുന്നിൽ ഇങ്ങനെ ചെന്ന് നിൽക്കാൻ അവൻ ആത്മധൈര്യത്തിൻ്റെ ഒരു ചരിത്രമുണ്ട്. നമ്മൾ സക്കാത്ത് എന്ന് പറയൂലേ, സക്കാത്ത് പൈസക്ക് മാത്രമൊന്നുമല്ല, നമ്മുടെ സമയത്തിനുണ്ട്, നമ്മുടെ ആരോഗ്യത്തിനുണ്ട്, നമ്മുടെ കാറിനുണ്ട്, നമ്മുടെ ഓട്ടോറിക്ഷയ്ക്കുണ്ട്, നമ്മുടെ ബൈക്കിനുണ്ട് സക്കാത്ത്. ഉള്ളതിൽ നിന്ന് മറ്റൊരാൾക്കുള്ള പങ്ക്. ഒറ്റയ്ക്ക് നിൽക്കുന്നൊരു പാവം മനുഷ്യൻ ബസ് കാത്ത് നിൽക്കുമ്പോൾ അവിടെ ചെന്ന് നമ്മുടെ വണ്ടി നിർത്തി കൊടുത്തിട്ട് അയാളോട് കയറൂ എന്ന് പറയുന്നതിൻ്റെ പേര് സക്കാത്താണ്. പൈസക്ക് മാത്രമൊന്നുമല്ല, നമ്മൾ കൊടുക്കുന്ന കുഞ്ഞു അടയാളങ്ങൾ പോലും നമ്മുടെ സക്കാത്താണ്. ഒരു മോളുടെ കഥയുണ്ട്. അവൾ വലിയൊരു ഷോപ്പിംഗ് മാളിൽ ജോലി ചെയ്യുന്ന കുട്ടിയാണ്. നിങ്ങൾ കേട്ടതായി ആണെങ്കിൽ എന്നോട് ക്ഷമിക്കൂ കേട്ടോ, ചിലപ്പോൾ നിങ്ങൾ കണ്ടതുമായിരിക്കും, എന്നാലും എന്നോട് ക്ഷമിക്കൂ. വലിയൊരു ഷോപ്പിംഗ് മാളിലുള്ള
നമ്മുടെ ഈ KFC ഒക്കെ ഇല്ലേ, ഫ്രൈഡ് ചിക്കൻ്റെ കടകളൊക്കെ ഇല്ലേ, അതേപോലെ ഒരു കടയിലാണ് ഇവൾ ജോലി ചെയ്യുന്നത്. അപ്പോൾ സാധാരണ ഇവൾ രാവിലെ 6 മണിക്ക് പോയി വൈകിട്ട് 6 മണിക്ക് തിരിച്ചു വരും. ഇതാണ് അവളുടെ ഒരു പാറ്റേൺ. പക്ഷെ ഒരു ദിവസം അവളും അച്ഛനും തമ്മിൽ ചെറിയൊരു വഴക്കുണ്ടായി. കാരണം ഇവൾക്കൊരു പുതിയ സുഹൃത്തിനെ കിട്ടിയിട്ടുണ്ട്, ഒരു ആൺകുട്ടിയാണ്. ആ സുഹൃത്തിനെ അച്ഛന് ഇഷ്ടമായിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ പേരിൽ അച്ഛനും മോളും തമ്മിൽ ചെറിയൊരു വഴക്കുണ്ടായി. ആ വഴക്കുണ്ടായ ദിവസം മോള് സാധാരണ എത്തുന്ന സമയത്തൊന്നും വീട്ടിലേക്ക് തിരിച്ചു വരുന്നില്ല. അച്ഛനാകെ ബേജാറായി. അച്ഛൻ അവളെ വിളിച്ചു നോക്കുന്നുണ്ട്, കിട്ടുന്നില്ല. അച്ഛൻ്റെ സുഹൃത്തുക്കളെ വിളിച്ചിട്ട് അവളെ തിരയുന്നുണ്ട്, കിട്ടുന്നില്ല. അവസാനം അവളുടെ ഈ പുതിയ സുഹൃത്തില്ലേ, അച്ഛനിഷ്ടമില്ലാത്ത ആൾ, അവൻ്റെ അടുത്തേക്ക് അച്ഛൻ എത്തുന്നുണ്ട്. എന്നിട്ട് അവനും അച്ഛനും കൂടി തിരയുന്നുണ്ട്. അതാണ് ആ കഥയിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു രംഗം. പക്ഷെ ആളെ കിട്ടുന്നില്ല, എത്ര തിരഞ്ഞിട്ടും കിട്ടുന്നില്ല. ഫോണൊക്കെ ഓഫായിട്ടുണ്ട്. അവസാനമാണ് അവൾ ജോലി ചെയ്യുന്ന ഷോപ്പിംഗ് മാളിലേക്ക് ഈ അച്ഛനും ചങ്ങായിമാരൊക്കെ വന്നത്. അങ്ങനെ അവരവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരാളിങ്ങനെ നടന്നു വന്ന് അവരോട് ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾ ആരെയാ തിരയുന്നത്? അവിടുത്തെ സെക്യൂരിറ്റിയാ, ആ നീലക്കുപ്പായിട്ട ആളാണ്. അദ്ദേഹത്തോട് ഇവർ പറഞ്ഞു, ഞങ്ങളുടെ മോളെ കാണാനില്ല, രാവിലെ ഇവിടെ വന്നതാണ്, ഇവിടെ ജോലി ചെയ്യുന്ന കുട്ടിയാ, ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അപ്പോൾ ഇയാൾ ചോദിച്ചു, ഇവിടെ ജോലി ചെയ്യുന്ന കുട്ടിയാ? അതെ, ഇവിടെ ജോലി ചെയ്യുന്ന കുട്ടിയാ. എന്നാൽ നിങ്ങളുടെ മോളുടെ ഫോട്ടോ ഒന്ന് കാണിച്ചു തരുമോ? അപ്പോൾ അച്ഛനിങ്ങനെ ഫോണിൽ എടുത്തിട്ട് മോളുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തു. അപ്പോൾ ഈ ഫോട്ടോയിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് അയാൾ പറഞ്ഞു, സാറേ ഈ കുട്ടിയെ എനിക്കറിയാലോ, ഈ മോളെ എനിക്കറിയാം സാറേ, ഇവളിന്ന് രാവിലെ അങ്ങോട്ട് വന്നിട്ടുണ്ട്, പക്ഷെ വൈകിട്ട് തിരിച്ചു പോയിട്ടില്ല. നിങ്ങൾ അവളെ വേറെ എവിടെയും തിരയണ്ട, അവൾ ഇതിനകത്തുണ്ടാവും. ശരിയായിരുന്നു, അതിനകത്തുണ്ടായിരുന്നു. ആ ഫ്രൈഡ് ചിക്കൻ്റെ കടയിലെ ഫ്രീസറിൻ്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയതാ. -18 ഡിഗ്രി സെൽഷ്യസിൽ ഐസ് പോലെ കിടക്കുന്നുണ്ട്. എടുത്തുകൊണ്ട് പോയി ആശുപത്രിയിലേക്കാക്കി, അവൾ രക്ഷപ്പെട്ടു. പിറ്റേ ദിവസം രാവിലെ ആശുപത്രിയിലേക്ക് ഒരാൾ ഇങ്ങനെ വരുന്നുണ്ട്. ആരാന്നറിയോ? ആ സെക്യൂരിറ്റി. അയാൾ അച്ഛനോട് വന്നിട്ട് ചോദിച്ചാ, അല്ല സാറേ മോള് രക്ഷപ്പെട്ടില്ലേ? ആ രക്ഷപ്പെട്ടു. സമാധാനം. ഇതൊക്കെ പറഞ്ഞിട്ട് അയാൾ പോകാൻ ഒരുങ്ങുമ്പോൾ അച്ഛൻ ചോദിച്ചു, അല്ല ചേട്ടാ, എനിക്ക് ചേട്ടനോടൊരു കാര്യം ചോദിക്കാനുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ വന്നു പോണ സ്ഥലമല്ലേ ഒരു ഷോപ്പിംഗ് മാള്, അതിൽ നിന്ന് അവിടെ എൻ്റെ മോള് രാവിലെ വന്നിട്ട് വൈകിട്ട് തിരിച്ചു പോയിട്ടില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? അപ്പോൾ ഇയാളിങ്ങനെ അച്ഛനോട് പറഞ്ഞു, ശരിയാണ് സാറേ, ആയിരക്കണക്കിന് ആളുകൾ വന്നു പോണ സ്ഥലമാണ്, ശരിയാ. പക്ഷെ നിങ്ങളുടെ മോളില്ലേ, അതൊരു വല്ലാത്ത മോളാണ്. രാവിലെ വരുമ്പോഴും വൈകിട്ട് തിരിച്ചു പോകുമ്പോഴും ഞാൻ എത്ര ദൂരെയാണെങ്കിലും അവൾ എന്നെ നോക്കിയിട്ട് ഒന്ന് കൈവീശും. അവളെനിക്ക് മറക്കാൻ പറ്റില്ല സാറ് എന്ന് പറഞ്ഞ് തിരിച്ചു പോകുമ്പോൾ അദ്ദേഹം അച്ഛനോട് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളുടെ മോളുടെ പേരെന്തായിരുന്നു? ആത്മാഭിമാനത്തോടെ ആ അച്ഛൻ പറഞ്ഞു ഹെലൻ. ഹെലൻ എന്നാണ് മോളുടെ പേര്. ഹെലൻ എന്ന് പറഞ്ഞാൽ വെളിച്ചം എന്നാണ് ശരിക്കും. സുഫിയാൻ സി സക്കീർ, ആ സക്കീർ എന്ന വാപ്പയ്ക്ക് ആത്മാഭിമാനത്തോടെ പറയാം, എൻ്റെ മോൻ്റെ പേര് സുഫിയാനാണ്. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോട് കൊടുക്കാവുന്ന ഏറ്റവും ഭംഗിയുള്ള ഈടുവയ്പ്, ഈ ലോകത്തിന് സമ്മാനിക്കാവുന്ന ഏറ്റവും വലിയ ഈടുവയ്പ് കാരുണ്യമാണ്. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കൂടെ ഒരിക്കൽ ഉംറയ്ക്ക് പോയി. അപ്പോൾ മക്കയിലെ കഅബയിൽ വളരെ പ്രധാനപ്പെട്ടൊരു സ്ഥലമുണ്ട്. നമ്മളവിടെ ഇങ്ങനെ കൈ അവിടെ ഇങ്ങനെ വെച്ച് നമ്മുടെ നെഞ്ച് അതിനോടിങ്ങനെ തട്ടിച്ച് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടും. അങ്ങനെ ഒരു സ്ഥലമുണ്ട് അല്ലേ? ഈ കഅബയുടെ വാതിലിനും ഹജറുൽ അസ്വദിനും ഇടയിലുള്ളൊരു ചെറിയ സ്ഥലമല്ലേ, ആ സ്ഥലം കാരുണ്യമാണ്. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കൂടെ ഒരിക്കൽ ഉംറയ്ക്ക് പോയി. അപ്പോൾ മക്കയിലെ കഅബയിൽ വളരെ പ്രധാനപ്പെട്ടൊരു സ്ഥലമുണ്ട്. നമ്മളവിടെ ഇങ്ങനെ കൈ അവിടെ ഇങ്ങനെ വെച്ച് നമ്മുടെ നെഞ്ച് അതിനോടിങ്ങനെ തട്ടിച്ച് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടും. അങ്ങനെ ഒരു സ്ഥലമുണ്ട് അല്ലേ? ഈ കഅബയുടെ വാതിലിനും ഹജറുൽ അസ്വദിനും ഇടയിലുള്ളൊരു ചെറിയ സ്ഥലമല്ലേ, ആ സ്ഥലം. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിരുന്നു. അവിടെ അങ്ങനെ പ്രാർത്ഥിച്ചാൽ സ്വീകരിക്കപ്പെടുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അതിനുള്ള ചാൻസ് കിട്ടി. ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ സുഹൃത്തും പ്രാർത്ഥിച്ചു. സുഹൃത്ത് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, നീ എന്താ പ്രാർത്ഥിച്ചത്?
അവൻ എന്നോട് പറഞ്ഞൊരു മറുപടി ഉണ്ട്. 13 കൊല്ലമായി ആ സംഭവം കഴിഞ്ഞിട്ട്, ഇപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്. അവൻ എന്നോട് പറഞ്ഞു, ഞാൻ എൻ്റെ 3 കുട്ടികൾക്കും വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. എൻ്റെ 3 കുഞ്ഞുങ്ങളും ഈ സമൂഹത്തിന് ഉപകാരപ്പെടണമേ എന്ന്. എനിക്ക് ഉപകാരപ്പെടണമേ എന്നല്ല, ഈ സമൂഹത്തിന് ഉപകാരപ്പെടണവരാ, ഈ സമൂഹത്തിന് ആവശ്യമുള്ളവരാകണമേ. എന്ത് പ്രാർത്ഥനയല്ലേ! ബാക്കിയാക്കാവുന്ന ഏറ്റവും മനോഹരമായ കാര്യം കാരുണ്യമാണ്. കാരുണ്യം എന്ന് പറഞ്ഞാൽ മനസ്സ് വലുതാകലാണ്. മനുഷ്യനെ സ്വീകരിക്കാൻ കഴിയുന്ന വിധത്തിൽ സ്വയം വികസിക്കുന്നതിൻ്റെ പേരാണ്. മനുഷ്യൻ്റെ സങ്കടങ്ങളെ ഇങ്ങനെ തിരിച്ചറിയലാണ്. അങ്ങനെ തിരിച്ചറിയുമ്പോൾ നമ്മൾ ചില ചോദ്യങ്ങളൊന്നും ചോദിക്കില്ല. തടിയുള്ള ഒരാളോട് തടിയെക്കുറിച്ച് ചോദിക്കരുത്. മക്കളില്ലാത്ത ഒരാളോട് മക്കളെക്കുറിച്ച് ചോദിക്കരുത്. വീട് പണി പൂർത്തിയാകാത്ത ഒരാളോട് വീട് പണിയെക്കുറിച്ച് ചോദിക്കരുത്. ഗൾഫിൽ നിന്ന് തിരിച്ചു വന്ന ഒരാളോട് അതിനെക്കുറിച്ച് സങ്കടപ്പെടുന്നത് ചോദിക്കരുത്. അല്ലെങ്കിൽ ഈ സങ്കടങ്ങളിൽ ഇങ്ങനെ മുങ്ങി നിൽക്കുന്ന മനുഷ്യരുടെ പേരാണവർ പ്രവാസികൾ. അവർ നല്ല വസ്ത്രം ഇടുകയും നല്ല പെർഫ്യൂം അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ കാലിങ്ങനെ ഈ നാട്ടിൽ നിന്ന് മെല്ലെ മെല്ലെ ഇങ്ങനെ ഏത് നിമിഷവും മറ്റൊരു നാട്ടിലേക്ക് പറിച്ചു നടപ്പെടേണ്ടതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ഓർമ്മകളും പേര് നടക്കുന്ന കുറച്ച് ശരീരങ്ങളാണ്, പാവങ്ങളാണ്. ആർക്കൊക്കെയോ വേണ്ടി ഇങ്ങനെ കത്തി 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 ചെറിയൊരു കാറ്റ് വരുമ്പോഴേക്ക് കെട്ടുപോകുന്ന മനുഷ്യന്മാർ. നടന്നും നടന്നേറെ തളർന്നും തളർന്നു തെല്ലിരുന്നിളവേൽക്കവേ ഒരു കൊച്ചു സ്വപ്നം നുണഞ്ഞും. ONV പഴയൊരു കവിതയാണ്. പക്ഷെ ഇത് പ്രവാസികളെ കുറിച്ച് വളരെ ശരിയാണ് എന്ന് എനിക്ക് തോന്നാറുണ്ട്. നടന്നും നടന്നേറെ തളർന്നും തളർന്നു തെല്ലിരുന്ന് ഇളവേൽക്കവേ ഒരു കൊച്ചു സ്വപ്നം നുണഞ്ഞും. എന്തോ തേടി, തേടാതെ എന്തോ നേടി, നേടാതെ എന്തോ കണ്ടു, കാണാതെ എന്തോ പാടി, പാടാതെ നടന്നു പോകും ഈ യാത്ര എനിക്കിഷ്ടം. സുഭാഷ് ചന്ദ്രൻ എന്നൊരു എഴുത്തുകാരനുണ്ട് മലയാളത്തിൽ. വളരെ പ്രതിഭയുള്ള ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ 50 വയസ്സായി. 50 വയസ്സായപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട 50 ആളുകളെ കുറിച്ച് എഴുതിയൊരു പുസ്തകമുണ്ട്. അതിൽ ആദ്യത്തേത് അച്ഛനെ കുറിച്ച്. അദ്ദേഹത്തിൻ്റെ പേര് എന്താ കേട്ടില്ലേ? എന്താണ്? സുഭാഷ് ചന്ദ്രൻ. ശരിക്കും അദ്ദേഹത്തിന് അച്ഛനിട്ട പേര് സുരേഷ് കുമാർ എന്നായിരുന്നു. അങ്ങനെ 1ാം ക്ലാസ്സിൽ ചേർക്കാൻ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് സുരേഷ് കുമാർ വേണ്ട, എനിക്ക് സുഭാഷ് ചന്ദ്ര ബോസ് മതി. അച്ഛൻ വീടിൻ്റെ പൂമുഖത്ത് കുറേ ചിത്രങ്ങൾ തൂക്കിയിട്ടിട്ടുണ്ട്. അതിൽ കാണാൻ നല്ല മൊഞ്ചുള്ള ഒരാളുണ്ട്, പട്ടാളത്തിൻ്റെ കുപ്പായൊക്കെ ഇട്ട ആൾ. അയാളുടെ പേര് ഇവനറിയാം, സുഭാഷ് ചന്ദ്ര ബോസ്. അതുകൊണ്ട് ആ പേര് മതി എന്ന്. അപ്പം മാഷ് പറഞ്ഞു, സുഭാഷ് ചന്ദ്രൻ മതി, ബോസ് നീ വലിയ ആളായിട്ട് ആയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ കിട്ടിയ പേരാണ്, ചോദിച്ചു വാങ്ങിയ പേരാണ് സുഭാഷ്. അതിൽ അച്ഛനെ കുറിച്ച് പറയുന്നൊരു സംഭവമുണ്ട്. എന്താണെന്നറിയോ? അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു അലൂമിനിയം കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളാണ്. അച്ഛൻ ജോലി ചെയ്യുന്ന കമ്പനി കുട്ടികൾക്ക് എന്തായിരിക്കും? അച്ഛൻ്റെ കമ്പനി ആയിരിക്കും, അല്ലേ? അച്ഛൻ ജോലി ചെയ്യുന്ന ഓഫീസ് കുട്ടികൾക്ക് അച്ഛൻ്റെ ഓഫീസായിരിക്കും. ഉമ്മ ജോലി ചെയ്യുന്ന സ്കൂൾ ഉമ്മാൻ്റെ സ്കൂളായിരിക്കും. അപ്പോൾ അച്ഛൻ്റെ ഓഫീസ് കാണാൻ ഈ കുട്ടിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. 6 വയസ്സേ ഉള്ളൂ. പക്ഷെ ഇവനെ അച്ഛൻ്റെ ഓഫീസ് ഇതുവരെ കണ്ടിട്ടില്ല, കമ്പനി, അച്ഛൻ്റെ കമ്പനി. അപ്പോൾ ഒരു ദിവസം എൻ്റെ ചേട്ടൻ്റെ പേര് കൃഷ്ണപിള്ള എന്നാണ്. അച്ഛൻ ഭയങ്കര സഖാവായിരുന്നു. അങ്ങനെ കൃഷ്ണപിള്ളയുടെ പേരിട്ടതാണ് മകന്, കൃഷ്ണപിള്ള. ഈ കൃഷ്ണൻ വന്നിട്ട് ഈ കുട്ടിയോട് പറഞ്ഞു, നിനക്ക് അച്ഛൻ്റെ കമ്പനി കാണണോ? ആ, അച്ഛൻ്റെ കമ്പനി കാണണം. എന്നാൽ ഞാൻ നിന്നെ സൈക്കിളിൽ കൊണ്ടുപോകാം. പക്ഷെ സൈക്കിൾ വാടകയ്ക്ക് എടുക്കാൻ 50 പൈസ വേണം. നീ അമ്മയുടെ കയ്യിൽ നിന്ന് 50 പൈസ ഒപ്പിച്ച് തന്നാൽ നിന്നെ കൊണ്ടുപോകും. അങ്ങനെ ആ പൈസയ്ക്ക് ഒപ്പിച്ച് ഇവർ സൈക്കിളിൽ അച്ഛൻ്റെ കമ്പനി കാണാൻ പോയി. അച്ഛൻ്റെ കമ്പനിയിൽ ചെന്നപ്പോൾ എല്ലാവരും പച്ചയുമാണ് വസ്ത്രം. അതും അഴുക്കിൽ ഇങ്ങനെ മുങ്ങി നിൽക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഈ കുട്ടി അവരെ ഒന്നും തിരയുന്നേ ഇല്ല. കാരണം ഇവൻ്റെ അച്ഛൻ പച്ചയും ഇടുന്ന ആളല്ല. ഇവൻ്റെ അച്ഛൻ എല്ലാ ദിവസവും രാവിലെ ഇറങ്ങുമ്പോഴും വൈകിട്ട് തിരിച്ചു വരുമ്പോഴും വെള്ളയുമാണ് എടുക്കുക. ഇതേപോലെ വെള്ളയുമാണ്. അതുകൊണ്ട് വെള്ളയും ധരിച്ച ഉടുത്ത അച്ഛനെയാണ് അവനിങ്ങനെ തിരയുന്നത്. പക്ഷെ അച്ഛനെ കാണുന്നില്ല.
കുറേ സമയം കഴിഞ്ഞപ്പോൾ ഒരാൾ വന്ന് അവനെ ഇങ്ങനെ തലോടി. അവൻ പറയാണ്, ആ തലോടിയ വിരലുകളിൽ ഒരു വിരൽ മുറിഞ്ഞു പോയതാണ്. നോക്കിയപ്പോൾ അച്ഛൻ കമ്പനിയിലെ മെഷീനിൽ കുടുങ്ങിയിട്ട് അച്ഛൻ്റെ ഒരു വിരൽ ഈ കുട്ടി ജനിച്ച നാൾ മുതലേ കണ്ടിട്ടില്ല. അച്ഛൻ്റെ വിരൽ മുറിഞ്ഞു പോയതാ. മുറിഞ്ഞ വിരലുള്ള ഒരു കൈത്തലം എന്നെ വന്നിങ്ങനെ തലോടി. നോക്കിയപ്പോൾ എൻ്റെ അച്ഛൻ. വെള്ളയും വെള്ളയുമല്ല, പച്ചയും പച്ചയും. അച്ഛൻ്റെ വസ്ത്രം കണ്ടിട്ട്, അച്ഛനിങ്ങനെ അഴുക്കിൽ മുങ്ങി നിൽക്കുന്നത് കണ്ടിട്ട്, അത്രയേറെ ആളുകളിൽ നിന്ന് തിരിച്ചറിയപ്പെടാതെ പോകുന്ന അച്ഛനെ കണ്ട് കണ്ണ് നനഞ്ഞ് ആ കുട്ടി അവിടെ ഇങ്ങനെ നിന്ന നിമിഷത്തെക്കുറിച്ച് ആ കുട്ടി എഴുതുന്നു. ഇത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ശരിക്കും വന്നത് ആരാന്നറിയോ? പ്രവാസികളാണ്. കാരണം നാട്ടിലേക്ക് വരുമ്പോഴും നമ്മളവരെ കാണുന്നുണ്ട്, നാട്ടിൽ നിന്ന് തിരിച്ചു പോകുമ്പോഴും കാണുന്നുണ്ട്. ശരിക്കും ഇതാണോ അവർ? ആണോ? ആ കമ്പനിയിൽ ഇങ്ങനെ വിയർത്ത് കുളിച്ചു നിൽക്കുന്ന മനുഷ്യരാണ്, ആരെയൊക്കെയോ പേടിക്കുന്ന മനുഷ്യരാണ്. അതാണ് ഈ കുട്ടി അച്ഛനോട് അലൂമിനിയത്തിൻ്റെ പൊടി തരുമോയെന്ന് ചോദിച്ചു. അച്ഛനിടക്ക് കൊണ്ടുവന്ന് കൊടുക്കും. അലൂമിനിയത്തിൻ്റെ പൊടി തരുമെന്ന് ചോദിച്ചപ്പോൾ ഈ അച്ഛൻ കുട്ടിയോട് പറയാം, മിണ്ടരുത്, മിണ്ടല്ലേ. കാരണം അച്ഛൻ ആരെയോ പേടിക്കുന്നുണ്ട്. ആരെയോ പേടിക്കുന്ന ഒരച്ഛൻ, ആയിരക്കണക്കിന് ആളുകളിൽ നിന്ന് തിരിച്ചറിയപ്പെടാൻ കഴിയാതെ പോകുന്നൊരച്ഛൻ, വീട്ടിൽ നിന്ന് വരുന്ന വസ്ത്രത്തിലല്ലാതെ ചെളിയിൽ കുളിച്ചു നിൽക്കുന്നൊരച്ഛൻ. ആ അച്ഛനെ കണ്ടപ്പോൾ ഈ കുട്ടിക്ക് സങ്കടമായി. നമ്മുടെ പ്രവാസികൾ അങ്ങനെ ഉണ്ടാക്കുന്ന പൈസയിൽ നിന്നാണ് ഈ നാടിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അവരോടുള്ള എല്ലാ ആദരവും സ്നേഹവും പ്രകടിപ്പിച്ചുകൊണ്ട്, എല്ലാ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.